അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മീറാത്തുൻ നബി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനന്തര സ്വത്ത്. അപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മരണപ്പെട്ട ആളുടെ ധനത്തിൽ നിന്നും അവൻ്റെ മക്കൾക്കും ബന്ധുക്കൾക്കും ലഭിക്കുന്ന ഓഹരിക്കാണ് അനന്തര സ്വത്ത് എന്ന് പറയുന്നത്. ഈ ഒരു ചരിത്രത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തമ്മിലുണ്ടായിരുന്ന ഗാഢബന്ധത്തിൻ്റെയും സമൂഹം പ്രവാചകന് ശേഷം എത്രമാത്രം മാറി എന്നതുമാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ ഇപ്രകാരമാണ് ഈ ഒരു കഥയിൽ പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങേയറ്റം സ്നേഹിച്ച പ്രവാചകൻ്റെ ഏറ്റവും നല്ല ശിഷ്യനായിരുന്നു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ലോകത്ത് ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത ആളും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. അതിനായി അദ്ദേഹം പള്ളിയിലായിരുന്നു കഴിച്ചു കൂട്ടിയിരുന്നത്. അങ്ങനെയൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തെരുവിലൂടെ നടക്കുന്ന സമയത്ത് ജനങ്ങൾ കച്ചവടത്തിൽ മുഴുകിയിരിക്കുകയാണ്, അഥവാ ദുന്യാവിൻ്റെ ലോകവുമായി കൂട്ടിക്കിഴഞ്ഞിരിക്കുകയാണ്. മരണത്തെ ഓർക്കാത്ത ജനങ്ങളെ കണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സ്തബ്ധനായി. അദ്ദേഹം അങ്ങാടിയിൽ വിളിച്ചു പറഞ്ഞു, അല്ലയോ കച്ചവടക്കാരെ, നിങ്ങൾക്ക് എന്ത് പറ്റി? അപ്പോൾ അവർ പറഞ്ഞു, അബൂ ഹുറൈറ, ഞങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ. അപ്പോൾ അബൂ ഹുറൈറ പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനന്തര സ്വത്ത് പള്ളിയിൽ വിതരണം ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങൾ എന്താണ് ഇവിടെ കച്ചവടം ചെയ്ത് സമയം പോകുന്നത്? ഇത് കേട്ടതും ജനങ്ങൾ മുഴുവൻ പള്ളിയിലേക്ക് ഓടി. പള്ളിയിലെത്തിയപ്പോൾ കാര്യമായിട്ടൊന്നും അവിടെ കണ്ടില്ല. ജനങ്ങൾ തിരിച്ചു വന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അബൂ ഹുറൈറ, പള്ളിയിൽ ഞങ്ങൾ പോയി, ഞങ്ങളൊന്നും കണ്ടില്ലല്ലോ. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളവിടെ നിസ്കരിക്കുന്ന ഖുർആൻ ഓതുന്ന ആളുകളെ കണ്ടില്ലേ? അവർ പറഞ്ഞു, കണ്ടല്ലോ, പക്ഷേ അനന്തര സ്വത്ത് നൽകുന്ന ആളുകളെ ഞങ്ങൾ കണ്ടില്ലല്ലോ. അപ്പോൾ അബൂ ഹുറൈറ പറഞ്ഞു, അതുതന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനന്തര സ്വത്ത്. നിസ്കാരവും നോമ്പും സക്കാത്തും ഒക്കെ തന്നെയാണ് പ്രവാചകൻ നമുക്കായിട്ട് ബാക്കി വെച്ച് പോയിട്ടുള്ളത് എന്ന് പറഞ്ഞു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഇതോടെ ജനങ്ങൾക്ക് ബോധോദയമുണ്ടായി എന്നതാണ് ചരിത്രം. ഈ ഒരു കഥയിലെ അല്ലെങ്കിൽ ഈ ഒരു ചരിത്രത്തിലെ പ്രധാനപ്പെട്ട അർത്ഥങ്ങൾ വായിക്കാം. മീറാസ് അനന്തര സ്വത്ത്, റൈബ് സംശയം, അറഫ അറിയുക, നജ്ം നക്ഷത്രം, തഅല്ലഖ വെട്ടിത്തിളങ്ങുക, ഖിദ്മത്ത് സേവനം, ഇൻഖത മുറിയുക എന്നാണ് ഇവിടെ സ്ഥിരമാവുക എന്നുള്ള അർത്ഥം. മഖാം താമസ സ്ഥലം, ഓക്കെ, നിൽക്കുന്ന ഇടം എന്നാണ് ഇവിടെ താമസ സ്ഥലം എന്ന്. ഖാലത കൂടിക്കലരുക, ലഹ്മ് ഇറച്ചി, ദമ് രക്തം, ഷബിയ വയറ് നിറയുക, നളറ നോക്കുക, ഇത്തബ പിന്തുടരുക, ഊലിയ ഊട്ടപ്പെടുക, ദൈതൻ പതിവ്, ഗായത്ത് ലക്ഷ്യം, തമന്ന ആഗ്രഹിക്കുക. അപ്പോൾ നമുക്ക് അർത്ഥം വെക്കാം. മീറാത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തര സ്വത്ത്. ലാ റൈബ, ഒരു സംശയവുമില്ല, ഫി എന്തിൽ, അന്നക്ക തഅരിഫു, അന്നക്ക തീർച്ചയായിട്ടും, നീ തഅരിഫു നിനക്കറിയാം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഹാദൻ നജ്മ, ആരെ അറിയാമെന്ന്? ഹാദൻ നജ്മ, ഈ ഒരു നക്ഷത്രത്തെ, അൽ മുത്തഅല്ലിഖ വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രത്തെ, മിൻ സ്വഹാബത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബികളിൽ നിന്നുള്ള ഈ വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രത്തെ നീ അറിയുമെന്നതിൽ ഒരു സംശയവുമില്ല. അല്ലയോ, ഇവിടെ നക്ഷത്രം എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. വഹൽ ഫി, ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പേര് നമ്മൾ പറഞ്ഞിട്ടില്ല കേട്ടോ. വഹൽ ഉണ്ടോ, ഫി ഉമ്മത്തിൽ ഇസ്ലാമി, ഇസ്ലാമിക സമൂഹത്തിൽ ഉണ്ടോ? ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ സമൂഹം, സമുദായം എന്നല്ല അർത്ഥം. അപ്പോൾ ഇസ്ലാമിക സമൂഹത്തിലുണ്ടോ, അഹദുൻ ഏതെങ്കിലും ഒരാൾ, ലാ യഅരിഫു അവൻ അറിയില്ല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ അറിയില്ല. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ അറിയാത്ത ആരെങ്കിലും ഇസ്ലാമിക സമൂഹത്തിലുണ്ടോ എന്ന് ചോദിക്കാണ്. ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ഇനി അദ്ദേഹത്തെക്കുറിച്ച് പറയാണ്. ഇൻഖത സ്വഹാബിയു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മറ്റുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിവായി. മറ്റുള്ള ഇൻഖത മുറിഞ്ഞു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളെ തൊട്ടൊക്കെ ഒഴിവായി. എന്തിനു വേണ്ടിയിട്ട്? അസ്വഹാബിയു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി എന്തിനു വേണ്ടിയാണ് ഒഴിഞ്ഞത്? ലഖിദ്മത്ത് റസൂലില്ലാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അദ്ദേഹത്തെ സേവനം ചെയ്യാൻ വേണ്ടിയിട്ട്, വസുഹ്ബത്തിഹി പ്രവാചകൻ്റെ കൂടെ എപ്പോഴും സഹവസിക്കാൻ വേണ്ടിയിട്ടും ജീവിതം ഒഴിഞ്ഞു വെച്ചു.
ഫത്തഹദ എന്നിട്ട് അദ്ദേഹം ആക്കി അൽ മസ്ജിദ പള്ളിയെ മഖാമൻ തൻ്റെ താമസ സ്ഥലമാക്കി. മഖാം എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന ഇടം എന്നർത്ഥം. വൻ നബിയ നബിയാക്കി, മുഅല്ലിമൻ തൻ്റെ അധ്യാപകനാക്കി, വ ഇമാമൻ തൻ്റെ നേതാവുമാക്കി. വഖദ് അഹബ്ബ അബൂഹുറൈറ റളിയല്ലാഹു അൻഹു സ്നേഹിച്ചു അർ റസൂല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വല്ലല്ലാഹി വസല്ലമുഹു അലൈഹി ഹുബ്ബൻ എങ്ങനത്തെ സ്നേഹം, ഒരു സ്നേഹം സ്നേഹിച്ചു, ഖാലത അത് കൂടിക്കലർന്നു, ലഹ്മഹു അദ്ദേഹത്തിൻ്റെ ഇറച്ചിയെ, വദമുഹു അദ്ദേഹത്തിൻ്റെ രക്തവും. അപ്പോൾ നമ്മൾ പറയലുണ്ടല്ലോ അസ്ഥിയിൽ പിടിച്ച പ്രണയം എന്നൊക്കെ പറയില്ലേ, മനസ്സിലായോ? അസ്ഥിക്ക് പിടിച്ച പ്രണയം എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെയാണ് എന്ത് ചെയ്യുക, അദ്ദേഹത്തിൻ്റെ രക്തത്തിലും ഇറച്ചിയിലും കൂടിക്കലർന്ന സ്നേഹം. അങ്ങനത്തെ സ്നേഹം അബൂഹുറൈറ റളിയല്ലാഹു അൻഹു പ്രവാചകനെ സ്നേഹിച്ചു. ഫകാന അദ്ദേഹമായിരുന്നു ലാ യശ്ബഉ, ഇവിടെ ഷബിയ എന്ന് പറഞ്ഞ വയറ് നിറക്കണം, ഇവിടെ തൃപ്തനാവാന്നുള്ള അർത്ഥം. ലാ യശ്ബഉ അദ്ദേഹം തൃപ്തനാവില്ലായിരുന്നു, മിനൻ നദരി ഇലൈഹി, മനസ്സിലായോ? അത് പറഞ്ഞാൽ ഒരു നോട്ടം കൊണ്ട് തന്നെ മതിയാകുമായിരുന്നില്ല അർത്ഥം. ലാ യശ്ബഉ അദ്ദേഹത്തിന് മതിയാകുമായിരുന്നില്ല, മിനൻ നദരി നോക്കലിൽ നിന്ന്, ഇലൈഹി പ്രവാചകനെ എത്ര നോക്കിയാലും പ്രവാചകനെ നോക്കലിൽ നിന്നും ഇദ്ദേഹത്തിന് ഒരിക്കലും മടുപ്പുണ്ടായിരുന്നില്ല. ഓക്കെ. വക്കാന അദ്ദേഹമായിരുന്നു യഹ്മദുല്ലാഹ് അള്ളാഹുവിനെ സ്തുതിക്കുന്നവരായിരുന്നു. തബാറക വ തആല എന്തിനു വേണ്ടിയാണ് അബൂ ഹുറൈറ അള്ളാഹുവിനെ സ്തുതിക്കുന്നത്? അലാ സുഹ്ബതി നബിഹി അള്ളാഹുവിൻ്റെ നബിയോടുള്ള സുഹ്ബത്തിൻ്റെ മേൽ, അഥവാ എനിക്ക് പ്രവാചകനോടുള്ള സഹവാസം ഉണ്ടായതിൻ്റെ മേൽ, വത്തിബായി ദീനിഹി അതുപോലെ അവൻ്റെ ദീനിനെ പിന്തുടരുന്ന, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീനിനെ പിന്തുടരുന്ന കാര്യത്തിലും. അപ്പോൾ അങ്ങനെ ഉണ്ടായതിൻ്റെ മേലിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഇടയ്ക്ക് സ്തുതിക്കാറുണ്ടായിരുന്നു. വകമാ ഊലി അബൂ ഹുറൈറ ഊട്ടപ്പെട്ടതുപോലെ തന്നെ ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഹുറൈറയുടെ ജീവിതോപാത്രമായിരുന്നു, അല്ലയോ, ജീവനാടിയായിരുന്നു. അങ്ങനെ പ്രവാചകനെ കൊണ്ട് അബൂ ഹുറൈറ ഊട്ടപ്പെട്ടതുപോലെ തന്നെ ഫഖദ് ഊലിയ അദ്ദേഹം ഊട്ടപ്പെട്ടു ബിൽ ഇൽമി അറിവ് കൊണ്ട്. പ്രവാചകനോടുള്ള അനുരാഗം പോലെ തന്നെ വിജ്ഞാനത്തോടുള്ള സ്നേഹവും ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. ഫഖദ് ഊലിയ ബിൽ ഇൽമി അറിവ് കൊണ്ട് അദ്ദേഹം ഊട്ടപ്പെട്ടു. എന്നിട്ട് വജാല അദ്ദേഹം ആക്കിഹു അതിനെ, ആ അറിവിനെ, ദൈദനഹു തൻ്റെ പതിവാക്കി മാറ്റി, അഥവാ അറിവ് വിജ്ഞാന സമ്പാദനം അദ്ദേഹത്തിൻ്റെ ഒരു പതിവാക്കി മാറ്റി. പിന്നെ വഗായത്ത ലക്ഷ്യമാക്കി, മാ ഒന്നിൻ്റെ തമന്നാഹു അദ്ദേഹം ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിൻ്റെ ലക്ഷ്യവുമാക്കി. അപ്പോൾ അദ്ദേഹം ആഗ്രഹിക്കുന്ന പരമമായ കാര്യം, പരമമായ ലക്ഷ്യം വിജ്ഞാന സമ്പാദനമായിരുന്നു എന്നർത്ഥം. അത് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യവുമാക്കി മാറ്റി. വകമാ അഹബ്ബ അബൂ ഹുറൈറ അൽ ഇൽമ ലി നഫ്സിഹി ഫഖദ് അഹബ്ബഹു ലിഗൈരിഹി. വകമാ അഹബ്ബ അബൂ ഹുറൈറ ഇഷ്ടപ്പെട്ടതുപോലെ അൽ ഇൽമ വിജ്ഞാനത്തെ ഇഷ്ടപ്പെട്ടതുപോലെ ലി നഫ്സിഹി തൻ്റെ ശരീരത്തിന് വേണ്ടി അദ്ദേഹം വിജ്ഞാനത്തെ ഇഷ്ടപ്പെട്ടു, തനിക്ക് വേണ്ടി അദ്ദേഹം വിജ്ഞാനത്തെ ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഫഖദ് തീർച്ചയായിട്ടും അദ്ദേഹം അഹബ്ബഹു ആ വിജ്ഞാനത്തെ ഇഷ്ടപ്പെട്ടു, ലിഗൈരിഹി മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയും, അഥവാ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടും അദ്ദേഹം തൻ്റെ അറിവിനെ ഉപയോഗപ്പെടുത്തി. അദ്ദേഹം തൻ്റെ സ്വശരീരത്തിന് വേണ്ടിയിട്ട് വിജ്ഞാനത്തെ ഇഷ്ടപ്പെട്ടതുപോലെ തന്നെ അദ്ദേഹം ആ വിജ്ഞാനത്തെ മറ്റുള്ള ആളുകൾക്ക് വേണ്ടി കൂടി, അവർക്ക് ഉപകാരം ചെയ്യാൻ വേണ്ടി കൂടി അദ്ദേഹം ഇഷ്ടപ്പെട്ടു എന്നാണ് ചുരുക്കം. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ആ സംഭവം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം, പഠിക്കാം, മനസ്സിലാക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.